രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപി. ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് വന്നിരിക്കും. കേരളയിൽ വരുമെന്ന് പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. പിന്നെ ജാതിക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ഏക സിവിൽ കോഡ് 3 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കിടെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഇങ്ങനൊരു പരാമർശവുമായി രംഗത്തെത്തുന്നത്. കേരളത്തിലെ അധമ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി സർക്കാരിനെ അടക്കം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ്. ഇടത് സർക്കാരിന് മേൽ ഇടുത്തി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി പറയുന്നതും. മാത്രമല്ല, കേരള പദയാത്രയ്ക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കണ്ണൂരിൽ നടന്ന കേരള പദയാത്രയ്ക്കിടെയാണ് അദ്ദേഹം ഇങ്ങനൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. കേരള പദയാത്രയ്ക്ക് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരള പദയാത്രയിൽ വലിയ പ്രതീക്ഷകളൊക്കെ ജനങ്ങൾക്കുണ്ട്. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറയുന്ന യാത്രയാണിത്. കേരളത്തിലെ ഭരണാധികാരികൾ നാടിനെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഗവർണർക്ക് പോലും കേരളത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സംസ്ഥാനമായി തന്നെ കേരളം മാറിയിരിക്കുന്നു. ആർക്കെതിരെയും കേസെടുക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത്. കോൺഗ്രസിൽ ജനകീയ നേതാക്കൾക്ക് അധിക കാലമൊന്നും നിൽക്കാനാകില്ല. കോൺഗ്രസിന് മൂല്യശോഷണമാണുള്ളത്. പലരും ഇനിയും മോദിക്കൊപ്പം വരും. മോദി ഭാരതത്തിന് വേണ്ടി ലോകത്തിന് എന്ത് സംഭാവന ചെയ്തുവെന്നാണ് ലോകം തന്നെ ഉറ്റുനോക്കുന്നത്. എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരാണ് നമുക്കുള്ളത്. തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ സർക്കാർ സ്ത്രീ സമത്വം നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഒരു MLA പോലും ഇല്ലാത്ത കേരളത്തിൽ നിന്ന് മാത്രം കോടികളാണ് NDA സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല, PM കിസാൻ പദ്ധതി പ്രകാരം കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് 37,000 കോടി രൂപയാണ് കേന്ദ്രം നൽകിയതെന്നും സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിരുന്നു. കണ്ണൂരിലെ പദയാത്രയ്ക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തുന്നത്. മോദി ഭരണത്തിൽ പ്രീണനമില്ല, ജാതിയില്ല, ഏക വ്യക്തി നിയമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനമായി വരുമെങ്കിൽ, അത് നടപ്പാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സംസ്ഥാനം? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അതല്ലേ? അത് സംഭവിച്ചിരിക്കും. കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെയല്ല, അത് നിലവിൽ വന്നിരിക്കും. ആരെങ്കിലും കരുതണ്ട ഇത് ഏതെങ്കിലും വിഭാഗത്തിനെതിരാണെന്ന്. ആ വിഭാഗം തന്നെയായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. സംസ്ഥാന സർക്കാർ വെറും കേസെടുപ്പ് സർക്കാരായി അധപ്പതിച്ചു എന്നാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേസ് പറയുമെന്ന് കരുതുന്നതായി ഗണിച്ചും കേസ് എന്നതാണ് സ്ഥിതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിന്റെ പ്രഥമ പൗരന് പോലും സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥിതിയാണ് വന്നു ചേരുന്നത്. പദയാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോഴും സംസ്ഥാനത്തെ അധമ ഭരണത്തിനുമേൽ ഇടുത്തി വീഴട്ടെ എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.